രാവിലെ എണീറ്റ് വന്നത് ഞാൻ കുമ്പളങ്ങയും തമ്മിൽ ഭയങ്കര യുദ്ധാട്ടോ. രാവിലെ തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്തു കേട്ടോ. ചായയൊന്നും കുടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ചായക്ക് പാല് വന്നിട്ട് വേണം കേട്ടോ, ഏട്ടൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേന് ഞാൻ എന്തായാലും ഇന്ന് കറി വെക്കാനേ കുമ്പളങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഏട്ടൻ പണിക്ക് പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് അത് നുറുക്കിയിട്ട് നമുക്ക് എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ പണി വേഗം ഒരുങ്ങലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിത് അതിൽ മല്ലിക്കട്ടി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ കത്തിയാണെങ്കിലോ ഒരു ശക്കരം മൂർച്ചല്ല കേട്ടോ. ഞാൻ 2 കത്തിരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് രണ്ടുകൊണ്ടും ഒക്കെ മുറിച്ച് നോക്കിയിട്ടോ, മുറിയുന്നേ ഇല്ല കേട്ടോ. പിന്നെ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഒന്ന് 2 കഷ്ണാക്കി എടുക്കാനൊക്കെ കേട്ടോ. പിന്നെ വേണമെങ്കിൽ മാടാളൊക്കെ എടുത്തിട്ട് ശരിയാക്കി എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല, പറ്റുന്ന പോലെയൊക്കെ മുറിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതാണെങ്കിലും അതിൻ്റെ ഈ തൊണ്ടിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇത് ഉണ്ടായിരുന്നു കേട്ടോ. കുരുവിൻ്റെ അവിടെ ഇരിക്കുന്ന ആ സാധനങ്ങളൊക്കെ കേട്ടോ ഭയങ്കര വഴുവഴുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് ചെറിയൊരു കുഞ്ഞു കുഴിയൊക്കെ വരുന്ന ഒരു ചെറിയ നമ്മുടെ കുമ്പളങ്ങയല്ലേ, അതാട്ടോ, വലിയ ഐറ്റം അല്ല. അപ്പോൾ അത് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ടാണ് രാജേട്ടൻ വന്നത് കേട്ടോ. അപ്പോൾ രാജേട്ടനോട് ഞാൻ തൈരൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോര് മേടിച്ചിട്ട് വരുമ്പോൾ മോരല്ല തൈര് കേട്ടോ, പാക്കറ്റ്, നമ്മുടെ മിൽമ പാലിൻ്റെ കൂടെയുള്ള പാക്കറ്റ് പാല് മേടിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് തൈര് മേടിച്ചിട്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ഇന്ന് ഏട്ടനോട് ഇന്ന് അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തപ്പോഴത്തേനും ഏട്ടൻ പറഞ്ഞു ഇന്ന് പോകണ്ട, എനിക്ക് ഓട്ടം ഉണ്ട്, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു കല്യാണമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ ഏട്ടൻ. അപ്പം ഇനി എന്തായാലും ഇനി ചായ വെക്കണം. രാവിലെ ചായയൊന്നും വെക്കാനൊന്നും ഒഴിവുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കട്ടൻ ചായ കുടിക്കണം. ഞാൻ പിന്നെ കാപ്പി ഇട്ട് കുടിച്ചൂല കേട്ടോ. രാവിലെ വന്നപ്പോൾ തന്നെ കുറച്ച് ശകരം കേട്ടോ, നല്ല തീരെ വയ്യായിരുന്നു കേട്ടോ, കാലുവേദനയൊക്കെ കാരണം. അപ്പം ഞാൻ പെട്ടെന്ന് കടന്നു. അപ്പോൾ അമ്മയ്ക്കും ഇന്നലെ വയ്യ. അമ്മയ്ക്ക് വലത് കൈയിൻ്റെ ഒരു സൈഡ് കേട്ടോ പൊള്ളിയത് കാരണം അമ്മയ്ക്കാണെങ്കിൽ ആ കയ്യിൻ്റെ വേദന കാരണം അമ്മയ്ക്കും വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ കഴിച്ച കുഞ്ഞാറ്റയൊക്കെ കഴിച്ച കുറച്ച് ഇതുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെച്ച് വീതനപ്പുറമൊക്കെ ഇനി എന്തായാലും ഒന്ന് വൃത്തിയാക്കി. പിന്നെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മുഷിഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ. അങ്ങനെ ഏട്ടനെ അതാ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇനി എന്തായാലും ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് കുട്ടീനെ കൊണ്ടുവരാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോഴത്തേന് ഇനി ഞാൻ ചായക്കുള്ളത് പാലൊക്കെ ആദ്യം കാച്ചി വെക്കട്ടെ. പാല് കാച്ചി വെച്ചിട്ട് വേണം ഇനി ചായ വെക്കാൻ കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് വെള്ളപ്പം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനോട്. അപ്പോൾ ഏട്ടൻ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുമ്പളങ്ങയൊക്കെ നുറുക്കി വെച്ചു. ഇതാ കുഞ്ഞാറ്റ എണീറ്റിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ നേരത്തെ. അച്ഛൻ വന്ന സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എണീറ്റ് പല്ലൊക്കെ തേപ്പിച്ചു. അമ്മമ്മയും കുട്ടി ഇതാ ചായ കുടിക്കുകയാണ്. ഞാനും ചായയൊക്കെ കുടിച്ചുട്ടോ ചായയൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഇതാ അമ്മ വെള്ളം അടുപ്പത്തേക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഞാൻ കുറച്ച് തുണികളൊക്കെ ഇട്ട് അവളുടെ കുഞ്ഞു കുഞ്ഞേ ഡ്രസ്സുകളൊക്കെ ട്രൗസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി അലക്കിയൊക്കെ ഇട്ടു. അപ്പോഴത്തേന് ഇതാ ഉടുപ്പ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് TV ഇട്ട് കൊടുത്തു കേട്ടോ. TV ഇട്ട് കൊടുത്തപ്പോൾ എന്താ അതിലെ പാട്ടുകളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്കിതാ ഡാൻസ് കളിക്കണമെങ്കിൽ വലിയ ഇങ്ങനെ റാ പോലെ കറങ്ങണ ഉടുപ്പൊക്കെ വേണം പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ ഇതാ അമ്മ തീ പിടിപ്പിച്ച അരിയൊക്കെ അടുപ്പത്തുണ്ടായിരുന്നു. ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും കുമ്പളങ്ങയൊക്കെ നുറുക്കി വെച്ചതല്ല, പിന്നെ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഗ്യാസൊക്കെ കമ്മിയാണ് കേട്ടോ, എപ്പോഴാണ് ഗ്യാസ് തീരാന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അടുത്ത അടുപ്പിലും കൂടി തീയൊക്കെ പിടിപ്പിച്ചിട്ട് കറി എന്ത് ചെയ്തു എന്നറിയോ അടുപ്പത്ത് തന്നെ വെച്ചു കേട്ടോ. നോക്കുമ്പോൾ ആദ്യം വെച്ച ചെറിയ അടുപ്പിലായിരുന്നു കേട്ടോ ചോറും കാലം ഇരുന്നാറുന്നത്. ചോറും കാലം നോക്കുമ്പോൾ അതിനകത്ത് നേരെ ഇറങ്ങിയിരിക്കുന്നുണ്ടായില്ല. അപ്പം പിന്നെ ഞാൻ അടുപ്പും ചോറ് അപ്പുറത്തേക്ക് മാറ്റി, പിന്നെ കറി ഇപ്പുറത്തേക്ക് മാറ്റി, അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാട്ടോ ഉപ്പൊക്കെ ഇട്ടത്. പിന്നെ ഈ വീതനപ്പുറം സാധനങ്ങളൊക്കെ കൊണ്ടേ കളഞ്ഞു കേട്ടോ. ഞാൻ കുമ്പളങ്ങ നുറുക്കിയതും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ടേ കളഞ്ഞ് വന്ന് കറിക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീതനയ്ക്ക് ഒന്ന് തുടച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. നേരം ആയപ്പോഴത്തേനും 6 മണിയാകുമ്പോഴത്തേനും വെള്ളം നിന്നു കേട്ടോ. നോക്കുമ്പോൾ വെള്ളം കുറച്ചാ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏട്ടന് രാവിലെ 2 ദിവസമായിട്ട് ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. രാവിലെ നേരത്തെ ഏട്ടന് പണിക്ക് പോകേണ്ട ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങും. എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ വെള്ളം ഇല്ലാണ്ട് എന്ത് പണിയാണ് നടക്കുക. നമുക്ക് കഴുകാനും മുറാനൊക്കെ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ കുടിക്കാൻ എപ്പോഴും പിടിച്ചു വെക്കും. നമ്മൾ 2-3 പാത്രങ്ങളിലൊക്കെ പിടിച്ചു വെക്കും കേട്ടോ കുടിക്കാനുള്ള വെള്ളമൊക്കെ. അപ്പം എന്നാലും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും തിരക്ക് പെട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ പിന്നീട് പിടിച്ചു വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ നമ്മൾ ആവശ്യത്തിന് പോയിട്ട് തുറക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കുമ്പളങ്ങയുടെ ഞാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുക വെണ്ണീരൊക്കെ കോരി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയിട്ട് കുമ്പളങ്ങയുടെ ആദ്യം കൊണ്ടുപോയി കളഞ്ഞു. പിന്നെയാണ് കേട്ടോ ഞാൻ വെണ്ണീർ കൊണ്ടുപോയി കളഞ്ഞതൊക്കെ. പിന്നെ നേരെ അവിടെ നിന്ന് വന്നു ഇതാ ഒരു തേങ്ങയൊക്കെ പൊളിക്കട്ടെ കേട്ടോ. കുമ്പളങ്ങക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ തേങ്ങയൊക്കെ പൊളിക്കാൻ പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ. എനിക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങണ്ടേന്ന് പറഞ്ഞ് മടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങാതിരുന്നത്. അപ്പോൾ ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇന്ന് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അയൽക്കൂട്ടത്തിൻ്റെ.
എപ്പോഴാണ് പോയിട്ട് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി കുഞ്ഞാറ്റ കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങോട്ട് പോകണം, അവിടെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ഏട്ടൻ അവളെ പുറപ്പെടുവിച്ച് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് കേട്ടോ അനിയത്തി വിളിച്ചത്, ഞങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൾ വരുന്നുണ്ട്, കറി വെക്കണമല്ലോ. പിന്നെ എന്തായാലും ഇപ്പം ഒന്ന് സ്പെഷ്യലൊന്നും മേടിച്ചില്ല. ഞാൻ ഉണക്കമീനൊക്കെ മേടിച്ച് കൊണ്ടുവരണം പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടോ. നോക്കുമ്പോൾ വേണ്ട, എന്നധികം മീൻ വരികയെന്നുണ്ടെങ്കിൽ മീൻ മേടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാട്ടോ. നോക്കുമ്പോൾ മീൻ വന്നില്ല. പിന്നെ എന്തായാലും അവൾ പറഞ്ഞൊന്നും വേണ്ട, മോര് കറി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ അതാ കുഞ്ഞാറ്റ ആദ്യം കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും രാവിലെ കുഞ്ഞാറ്റേനെ കുളിപ്പിച്ചില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് ഏതായാലും ഇനിയിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുളിക്കണ്ടേ. പിന്നെ ഈ കുളിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെളിക്കട തന്നെ അല്ലെ ഈ മണ്ണിൽ കൂടെ തന്നെ എന്താ നടക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ അവളെ കുളിപ്പിച്ചില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേനും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുളിപ്പിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുട്ടികൾ കളിക്കട്ടെ. അപ്പോൾ ഉച്ചയ്ക്ക് ഉറക്കം പറയുന്നത് അവൾ ശേഖരല്ല കേട്ടോ. തേങ്ങയൊക്കെ പൊളിച്ചു. പിന്നെ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ഞാൻ അത് വെള്ളമൊക്കെ കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മുടെ ഫാമിലിയിലേക്ക് വന്നു. പിന്നെ നിങ്ങളുടെ സ്നേഹം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കമൻറ്റും ലൈക്കൊക്കെ അടിച്ചതിൽ വളരെയധികം സന്തോഷം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇനിയും പുതിയ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളുന്ന ഓപ്ഷനൊക്കെ ഒന്ന് അമർത്തണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലോ കേട്ടോ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ചിരവയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചിരവയുടെ കാര്യം പറഞ്ഞാൽ അതൊരു കഥേനെ പറയാനുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൻഷൻ പറ്റിയ ചിരവയാണ് കേട്ടോ. എൻ്റെ വലിയ അനിയത്തിയുടെ 1 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് മേടിച്ച ചിരവ കേട്ടോ. ഇപ്പം ഈ അടുത്ത അമ്മ എന്ത് ചെയ്തു എന്നറിയാം, അതൊന്ന് ഊട്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഈ പല്ലൊക്കെ നല്ല തേഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്ന് ഊട്ടിയെടുത്തപ്പോൾ നല്ല മൂർച്ച ഉണ്ട് കേട്ടോ അതിൻ്റെ പല്ലൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങ ചിരവാൻ വന്ന സമയത്ത് ഈ പാട്ട് വേണ്ട ആ പാട്ടിട്, ആ പാട്ടിടുമ്പോൾ പറയും ഈ പാട്ടിട്, 2 പാട്ടും വേണ്ടാന്ന് ചിലപ്പോൾ പറയും കാർട്ടൂൺ ഇടുന്നൊക്കെ പറയുന്നത് നമ്മളങ്ങോട്ട് വട്ടം നട്ടം തിരിക്കൂട്ടോ കുഞ്ഞാറ്റ ചില സമയത്ത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവള് ഉച്ച കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയത്തി വരുന്നോണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവള് പോവുക എന്താന്നുള്ളത് അറിയില്ല കേട്ടോ. ഇനി വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. അവർ വന്ന കുഞ്ഞാവേനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവള് പോവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരവൽ കഴിഞ്ഞു. തേങ്ങ ചിരവുമ്പോൾ ഞാൻ കുറച്ച് അരയ്ക്കാൻ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും ജീരകവും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ അരയ്ക്കുന്നത്. എനിക്ക് ഈ മോര് കറിക്ക് പച്ചമുളക് അരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മറ്റേ ചുമന്ന മുളക് അരച്ച് വെക്കുന്നത് എന്തോ അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഈ തേങ്ങ എന്തായാലും അരച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ 2-3 ദിവസമായിട്ടോ വീഡിയോസ് വഴുകാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഒന്നാമത് റേഞ്ച് ഇല്ല. നമ്മുടെ സിമ്മിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പം സിം എന്തായാലും ഒന്ന് പോർട്ട് ചെയ്തു. അപ്പോൾ അത് 3 ദിവസം ആവും അത് ആക്ടിവേഷൻ ആവാൻ. നമുക്ക് നിലവിലുള്ള സിമ്മ് കട്ടായിട്ട് പുതിയ സിം ആക്ടിവേഷൻ ആവും 3 ദിവസം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഡിലേ ആയി പോയതാട്ടോ. പിന്നെ ഞാൻ അമ്മയുടെ കോണ്ടാക്ട് ചെയ്യാൻ ആരെയും കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ ഫോണിലാണെങ്കിൽ അമ്മയുടെ ഫോണ് കേട് വന്നു കേട്ടോ. കുഞ്ഞാറ്റ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അത് കേട് വന്നു. എന്നിട്ട് ആ സിം എടുത്തിട്ട് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അമ്മയുടെ ഫോൺ റീചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ 1 ദിവസമായിട്ടുള്ളൂ കേട്ടോ അത് റീചാർജ് ചെയ്തിട്ടും. അതിലാണ് നമ്മളെല്ലാം ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നതും എഡിറ്റ് ചെയ്തതൊക്കെ പിന്നെ ഇല്ല കേട്ടോ. കാരണം നമുക്ക് ചില എഫക്റ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് വേണം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ എന്തായാലും 2-3 ദിവസമായിട്ട് വൈകി കേട്ടോ വീഡിയോസൊക്കെ ഇടാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തീരെ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിലേ വരും, ഒരുപാട് സമയം എടുക്കുകയാണ്. കാരണം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമുക്കത് അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. നമുക്ക് ഡെയിലി വീഡിയോസൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീഡിയോസിനാണെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിലും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇവിടം വരെ എത്തിയതെന്ന് പറയുന്നത് എൻ്റെ മാത്രം കഴിവുകൊണ്ടോ ഞാൻ മാത്രം കാരണമല്ല കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹവും അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതുവരെ ഇവിടെ എത്തിയതും. അതുപോലെ ഇനി എനിക്ക് വീഡിയോസ് ഇടാനാണെങ്കിലും ശരി കേട്ടോ. ഞാനൊക്കെ തളർന്നു പോയൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ ചേച്ചി ഷീബ ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് യൂട്യൂബ് ജോബൊക്കെ എങ്ങനെയുണ്ട് അനു, എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുമോ, സാലറി കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും വർഷമായി നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിലും നമുക്ക് ഒരുപാടൊന്നും ഏൺ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യത്തെ നമുക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഡെയിലി
വീഡിയോസ് ഇട്ടാലാണ് നമ്മുടെ ചാനലിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോസൊക്കെ ഇടണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലാണ് നമുക്കെല്ലാതും കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഇപ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അത്രയും ഇത് വരണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവർക്ക് അതിൻ്റെ വഴിയും ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേറെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളധികം പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ എന്താ പറയുക പർച്ചേസ് ചെയ്യാറില്ല. എന്നാലേ നമുക്ക് പിന്നെ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ടാഗ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ പിന്നെ അങ്ങനെയൊന്നും പർച്ചേസ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താണെന്നറിയോ വിചാരിച്ചത്, നമുക്ക് മെല്ലെ മെല്ലെ നിങ്ങളോരോരുത്തരും എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. എനിക്ക് ആ ഒരു ധൈര്യമാണ് കേട്ടോ. ഞാൻ എവിടെയും തളർന്നു പോകാത്ത നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴായിട്ടും ഞാൻ നിർത്തുകയാണ്, എനിക്ക് വയ്യ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡോണായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും എന്നെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ധൈര്യം തന്ന് കൂടെ നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. നമ്മുടെ ചേച്ചിമാർ വിളിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും കേട്ടോ ഇപ്പം ഞാൻ ഒരു മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും 2 ദിവസമൊക്കെ ഡിലേ വന്നിട്ടാണ് ഇടാറ് കേട്ടോ. എൻ്റെ പരിമിതികൾ, എൻ്റെ കഴിവ്, എൻ്റെ പരിമിതികളും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് അങ്ങനെ വീണ് പോകുമ്പോൾ താങ്ങി നിർത്താൻ നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ നിമിഷം ഈ വീഡിയോസൊക്കെ ചെയ്യാനും നിങ്ങളിൽ എത്തിക്കാനൊക്കെ എനിക്ക് പറ്റുന്നത് കേട്ടോ. അതെനിക്ക് എപ്പോഴും ഒരു ദൈവാനുഗ്രഹം പോലെ തന്നെ ഞാൻ കാണുന്നത് കേട്ടോ. എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊരു വീട്ടമ്മമാരാണെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ കുടുംബത്തിൽ ഒരു ദിവസം എന്തോരം ജോലികളുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അതിലൊരു കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യണ സമയത്തൊക്കെ ആയിരിക്കും ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് വീട്ടിലെന്താ ജോലി എന്ന് ചോദിക്കുന്ന ആളുകളോർക്ക് അത് അവർ ചെയ്ത് നോക്കണം, എന്നാലും അവർക്ക് അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും പപ്പടം കാച്ചണം, മോരുകറിയൊക്കെ ആയിട്ടോ. പപ്പടം കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, പപ്പടം കാച്ചിയെടുക്കണം. പിന്നെ എന്താ പറയുക കൊണ്ടാട്ടമുളക് ഉണ്ട് കേട്ടോ, അതും പൊരിച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോസിലൊന്നും ചിലപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളൊരു ചിന്തയും അതൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നും കാരണം നമ്മളൊരാളെയും കൊണ്ട് നമുക്കൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം, അതേപോലെ കൂടെ നിൽക്കണം എന്നാണ് എൻ്റെ എന്താ പറയുക നിങ്ങൾ ഓരോരുത്തരില്ലെങ്കിൽ നമ്മൾ ഇതാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോവാണ് കേട്ടോ. എനിക്കും പറ്റും, എന്നെയും കൊണ്ട് നേടാൻ പറ്റും എന്നുള്ളത് ഒരു എന്താ പറയുക കോൺഫിഡൻസ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ വീണ്ടും ഞാൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഒരു എന്താ പറയുക നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കാരണം മോളെയൊക്കെ വെച്ചിട്ട് എനിക്കിപ്പോൾ പുറത്ത് എന്തായാലും ഒരു ജോലിക്ക് പോകുക എന്നുള്ളത് റിസ്ക്കാണ്. പക്ഷേ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ചെയ്യാൻ ആഗ്രഹം. പക്ഷേ എനിക്ക് ചില സമയത്ത് പോവാ എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ, ഇതുവരെ നമ്മൾ ജോലിക്ക് പോയ പോലെ ആണോ, എനിക്ക് പറ്റുമോ ഇനി എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊണ്ടാട്ടമുളക് വറുത്ത് പപ്പടം പൊരിച്ച് കഴിഞ്ഞപ്പോഴത്തേത് അനിയത്തിയെ വന്നിട്ടുണ്ട് കേട്ടോ. മോളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. വരുമ്പോൾ കുറച്ച് ബേക്കറിയും പിന്നെ അവൾ രാവിലെ ചിക്കനൊക്കെ മേടിച്ച് പനിയൊക്കെ മാറിയിട്ട് ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പം ഇന്ന് അതൊന്നും കുറച്ച് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കപ്പക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്നു കേട്ടോ അവള്. അപ്പം ഇന്ന് എന്തായാലും കുശാലാണ് കേട്ടോ. മേമ വന്നതെന്നും പറഞ്ഞപ്പോൾ പുറകെ ഓടിയിട്ട് മിഠായി വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വരുന്നത് കേട്ടോ. മിഠായി കഴിക്കൽ തുടങ്ങി കുഞ്ഞാറ്റ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പുറകിക്കായിട്ടോ. അപ്പം ഞാനിനി എന്തായാലും അവർ കൊണ്ടുവന്നതൊക്കെ ഒന്ന് പാഴ്സൽ കൊണ്ടുവന്നതൊക്കെ ഒന്ന് എടുത്ത് എന്തായാലും കറിയൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പിന്നെ അതൊന്നും ചൂടാക്കേണ്ടി വന്നില്ല. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ കപ്പ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളി പറയില്ലേ, അപ്പോൾ കൊള്ളിയായിരുന്നു കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ മോര് കറി വെച്ചു, പിന്നെ പപ്പടം കാച്ചി കൊണ്ടാട്ടമുളക് പൊരിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമല്ലേ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. ഇനി തോരൻ അതൊന്നും വെക്കേണ്ട കേട്ടോ ചേച്ചി, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ ആയി കേട്ടോ.
അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ വൈകിട്ട് ഇപ്പോൾ ഇവർ പോവുള്ളൂ, ഭക്ഷണം കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് മെല്ലെ പോവുള്ളൂ. കുറേ ദിവസമായിട്ടാണ് വന്നിട്ട്. അനിയത്തിക്ക് പനി പിടിച്ചിട്ട്, അനിയത്തിക്കും കുട്ടിക്കും ഹസ്ബൻഡിനൊക്കെ പനി പിടിച്ച് ഒരുപാട് ദിവസമായിട്ട്, 2 ആഴ്ചത്തോളമായിട്ട് പനി കുറവില്ലാതെ ഹോസ്പിറ്റലിൽ പോലും. അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ വീട്ടിലേക്ക്. എന്നിട്ട് നോക്കുമ്പോൾ അവൾ വന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി പനി വരില്ലേ, അപ്പോൾ അമ്മയ്ക്കും വയ്യാത്തതൊക്കെ അല്ലേ, പിന്നെ കുട്ടിക്കും വന്നാലൊക്കെ മാറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ മാറിയിട്ട് എന്തായാലും വരാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാട്ടോ അവരെ കാണാൻ. നോക്കുമ്പോൾ ഇന്ന് ഏട്ടന് ഓട്ടം ഉണ്ട്, പിന്നെ കല്യാണ തിരക്കൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേനാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത്, ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവളൊക്കെ വന്നു, ചോറ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറാണ് ലാസ്റ്റ് ആയത്. അപ്പോൾ അങ്ങനെ അവൾ പനി പിടിച്ച് കിടന്നതിൻ്റെയും വിഷമിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ചൂടുവെള്ളം എന്തായാലും വേണം, നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരും എന്ന് അറിഞ്ഞപ്പോഴത്തന്നെ ഞങ്ങൾ ഇവിടെ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഇതാ ആയി. ഇനിയിപ്പോൾ കറികളൊക്കെ കൂട്ടിയിട്ട് എന്തായാലും ഇനി ഒരു ഊണ് കഴിക്കട്ടെ കേട്ടോ. കുട്ടികൾക്കൊക്കെ വിളമ്പി വെക്കട്ടെ, അല്ലെങ്കിൽ ചൂടാറിയിട്ടില്ലെങ്കിൽ മക്കൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതാ കുട്ടിയച്ചയും കുട്ടിയും അതാ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക. കുഞ്ഞാറ്റയ്ക്കും വാരി കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റ ഇപ്പോൾ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങോട്ട് കഴിക്കണില്ല. അപ്പോൾ അവൻ പറഞ്ഞ് ഓരോന്ന് മിരട്ടി പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അവളെ ചോറ് കഴിക്കാൻ. അല്ലെങ്കിൽ കഴിക്കില്ല കേട്ടോ. നമ്മൾ നിർബന്ധിച്ച് കൊടുത്താലും കുട്ടി കഴിക്കില്ല. അപ്പോൾ പറയും ഞാൻ കഴിക്കാൻ പറയും. എന്നാൽ അവൾ കഴിക്കട്ടെ പറഞ്ഞിട്ട് അവളുടെ കൈ കൊടുത്താൽ അവളത്തെ കഴിക്കൂല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അവനെ മിരട്ടി നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് മിരട്ടി നിർത്തിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇളയച്ചനൊക്കെ പോയി റെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു നല്ല സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ടി വിയിൽ. അങ്ങനെ അനിയത്തി ഞാനും കുറച്ച് നേരം അതൊക്കെ കണ്ട് അവളും പോയി കിടന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ പിന്നെ റെസ്റ്റ് എടുത്തേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ ചായയൊക്കെ വെച്ച് ഇളയച്ചൻ എണീച്ച് വന്നപ്പോഴത്തേനും ചായയൊക്കെ വെച്ച് കൊടുത്തു. അവളെയും വിളിച്ചു എണീപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് പിന്നെ കുഞ്ഞാറ്റേനെ കുളിപ്പിച്ച്. തലമുടി നനച്ചില്ല കേട്ടോ. ഇന്നലെ അവളെ തല നനച്ചുകൊണ്ട് ഇന്ന് നനച്ചില്ല. ഇന്ന് രാവിലെയൊക്കെ കുറച്ച് നല്ല ഉണ്ടായിരുന്നേ. അപ്പം ഇനി തല ഉണങ്ങിയിട്ടില്ലെങ്കിലും മുടി ഉണങ്ങിയിട്ടില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മുടിയൊക്കെ കെട്ടി ഒരുക്കി ഇനിയിപ്പോൾ എന്തായാലും കല്യാണത്തിന് പോവാണ് അച്ഛയും കുട്ടി. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും എന്തായാലും അനിയത്തിയും പോവും കേട്ടോ. അപ്പോൾ ഇനി അവിടെ പുറപ്പെടുവിച്ച് വിടുകയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ തന്നെ ഒരു ഡിസ്കോ ഡാൻസ് കളിച്ചിട്ട് 2 കസാരയിലും കൂടിയും കൈ അങ്ങോട്ടും കൂടി കുത്തിയിട്ട് നമ്മൾ ജിംനേഷനൊക്കെ ചെയ്യില്ലേ, അതുപോലെ നിന്നിട്ട് മോഞ്ച കുത്തിയാണ്ട് വീണു കേട്ടോ. മൂക്കത്തൊരു മുറിയും പാണ്ടൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ നടത്തെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പുറപ്പെട്ടു. ഇനിയിപ്പോൾ അവരെ എന്തായാലും കൊണ്ടാക്കിയിട്ട് കനാലിൻ്റെ മേള് വരെയെങ്കിലും പോകണ്ടേ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ കൂടെ ചെന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പറയും നമ്മൾ കൂടെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അച്ഛനെ കണ്ട പിന്നെ വേറെ ആരും വേണ്ട, എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ കൂടെ പോകണ്ടേ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവരെ രണ്ടാളെയും കൂടി അതുവരെ കേട്ടോ കനാലിൻ്റെ മേള് വരെ കൊണ്ടാക്കാൻ പോവാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ പുറപ്പെടുകയിലൊക്കെ കഴിഞ്ഞു. ഇതാ എല്ലാവരോടും ടാറ്റയും യാത്രയൊക്കെ പറയുകയാണ്. ഏട്ടൻ പിന്നെ റെഡി ആയിട്ട് തന്നെ കേട്ടോ വന്നത്, കല്യാണത്തിന് പോകണം പറഞ്ഞിട്ട്. അവിടെ അടുത്ത വീട്ടിലത്തെ കല്യാണമാണ്, അപ്പം അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട്. പിന്നെ അത് ഇറങ്ങി അമ്മയ്ക്കും ഉമ്മ കൊടുത്ത് കുഞ്ഞാവയ്ക്കും കുട്ടിയച്ഛനും എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവുക. ഇനിയിപ്പോൾ എന്തായാലും ഇനി രാത്രിയാവും വരുമ്പോഴത്തേന്. എന്തായാലും ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേട്ടാ കുഞ്ഞാറ്റ വരുള്ളൂ. അപ്പോഴനി ഏട്ടൻ കൊണ്ടുവന്ന് വിടുള്ളൂ. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടും തന്നെ കേട്ടോ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ 10 മണി വരെ അവിടെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്നുറങ്ങി നീച്ചപ്പുണ്ട്. ഇനി വീട്ടിലേക്ക് പോകണം അമ്മയെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10:30 11 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ വരുന്നതും. അവർ രണ്ടാളും കൂടി ഉണ്ട് വന്ന്. അപ്പോൾ അങ്ങനെയാണ് അവിടെ നിൽക്കണം, അവിടെ നിൽക്കാന്നൊക്കെ പറയും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോരും പറയും. അപ്പോൾ അങ്ങനെ ഇതാ കുട്ടിയച്ചോടും കുഞ്ഞാവയോടും ഒക്കെ ഉമ്മ കൊടുത്തു. കുഞ്ഞാവ പിന്നെ അവരെ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയി കേട്ടോ. പിന്നെ ഞങ്ങളും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പാട്ടിലൊക്കെ ആക്കിയിട്ട് പിന്നെ അവളെ ഒരു വിധത്തിൽ പറഞ്ഞ് ഒപ്പിച്ചിട്ട് അവിടെ നിർത്തിയിട്ടോ. അങ്ങനെ പിന്നെ അവർ യാത്ര പറഞ്ഞ് അങ്ങനെ ഇതാ പോവുകയാണ്. രണ്ടാളും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ കീരിയും പാമ്പ് കേട്ടോ. പക്ഷേ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര വഴക്കാവും കേട്ടോ. എന്നാൽ രണ്ടുപേരും കൂടി പിരിയാണെന്നുണ്ടെങ്കിലോ ഭയങ്കര കരച്ചിലും ബഹളമാണ് കേട്ടോ. അതേപോലെ തന്നെ വലിയച്ഛനും കുഞ്ഞാറ്റയും പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും കുഞ്ഞാവത കരച്ചിലായി കേട്ടോ. പിന്നെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിർത്തിയിരിക്കുക. പിന്നെ അനിയത്തിക്ക് കൊണ്ടുപോകാനുള്ള തേങ്ങയൊക്കെ പൊളിച്ച് വെച്ചിരുന്നു കേട്ടോ ഇളയച്ചന്. ഇനിയിപ്പോൾ ഇതാ രണ്ടാളും കൂടിയും പോവുകയാണ്. ഇനി ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. ഇന്ന് വരില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എവിടെയാണ് ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നത്, എവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി പറയുന്നത്, ഇതെൻ്റെ ഹസ്ബൻഡാണ്, മോളാണ്, ഏട്ടന് വണ്ടിയുണ്ട്, പിന്നെ പുല്ലുവെട്ട് മെഷീനൊക്കെ ഉണ്ട്, പുല്ലുവെട്ടാനൊക്കെ പോകും കേട്ടോ പണിക്ക്. അപ്പോൾ അതൊക്കെയാണ് ഏട്ടൻ്റെ ജോലി എന്ന് പറയുന്നത്.
പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവർ പോയി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കുമല്ലോ. ഇനി എനിക്കും കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അനിയത്തിയും കൂടി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അടിച്ചു വാരണം, വിളക്കുളത്തുമ്പോഴത്തേനും അടിച്ചു വാരണം, മുറ്റടിക്കണം, അതേപോലെ തന്നെ ഇനി കുളിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനിയത്തിയും മോളും പൂവാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ അവരാണെങ്കിൽ അവിടെ കുറേ സാധനങ്ങളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനിയത്തിക്ക്. അപ്പോൾ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലൊക്കെ പോയി കുറേ പറിച്ചെടുത്ത് അങ്ങനെ എല്ലാം കവറിലാക്കുക കേട്ടോ. തേങ്ങ, അതേപോലെ ചീര, അതേപോലെ തന്നെ കറിവേപ്പില, അങ്ങനെ കണ്ടതൊക്കെ ആക്കൂട്ടോ. നാരങ്ങയൊക്കെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ആക്കിയിരിക്കുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് നാരങ്ങാ മരത്തിൽ തേനീച്ചക്കൂടുണ്ടായിരുന്നു, നീ അത് കണ്ടില്ലേ എന്നൊക്കെ കേട്ടോ. അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ അതിനെ അടുത്തു കൂടെയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവൾക്ക് അപ്പോഴാണ് അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അവളുടെ വിചാരം ആദ്യം പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ചു കറിവേപ്പ് മരത്തിലാണ് കേട്ടോ. കറിവേപ്പ് മരത്തിലല്ല പറഞ്ഞു കേട്ടോ. പിന്നെ ഇതൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി പുറപ്പെട്ട് പോകുമ്പോഴൊക്കെയാണ് തേനീച്ചേനെയൊക്കെ ഒന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കാന്നൊക്കെ പറഞ്ഞ് അവൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കുടമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങൾ തന്നെ അങ്ങോട്ടൊന്നും പോവാതെ അമ്മേനെ ഒരു ദിവസം എന്നിട്ട് അറിയാതെ പോയിട്ട് അതിനെ പിടിച്ചു തന്നു. എന്തോ ഭാഗ്യമായിട്ട് ഒന്നും ചെയ്തില്ല. കുഞ്ഞാവതാ പുറപ്പെട്ടു. കുഞ്ഞാവതാ കുഞ്ഞാറ്റയുടെ കുടയൊക്കെ എടുത്ത് ചൂടി നിൽക്കുന്നുണ്ട്. പോണ പൊക്കിൽ പറഞ്ഞു എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുഞ്ഞാറ്റ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കൊടുത്തു വിട്ടു കേട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം നിരത്തിയിടും കേട്ടോ. നമുക്ക് പണി തന്നുകൊണ്ടേ ഇരിക്കുമോ അവള് കുഞ്ഞാറ്റ. അപ്പം അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ അത് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ പോണ സമയത്താണ് അവൾ ഇതാ തേനീച്ചക്കൂട് കാണാൻ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് ഇറങ്ങി പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു പോരുന്ന സമയത്ത് നോക്കുമ്പോൾ ചീര, അയ്യോ ഞാൻ ഈ ചീര കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് പിന്നെ അതൊക്കെ അവിടെ കൈ പിടിച്ച് വീണ്ടും അവിടെ ആ ചീരയുടെ തലയൊക്കെ പൊട്ടിച്ച് അതാണ്ടോ പോകുന്നത്. ചീരപ്രാന്തത്തിയാണ് കേട്ടോ. ചീര പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീരത്തോരൻ എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ അവിടെ അവൾക്ക് കിട്ടൂല്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ പറിച്ച് വീണ്ടും അതൊക്കെ പറിച്ച് എല്ലാം ചാക്കിലും സെഞ്ചിയിലൊക്കെ ആക്കിയിട്ട് ഇതാ വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേന് കുഞ്ഞാവ അതാ അമ്മമ്മ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെക്കലാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അമ്മ കയറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒളിച്ച് മറിഞ്ഞൊക്കെ നിൽക്കട്ടോ പുറകേക്ക്. അങ്ങനെ ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയില്ല ഞങ്ങളുടെ ടാറ്റയൊക്കെ തന്ന് കുഞ്ഞാവട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബാക്കി പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എനിക്കും അമ്മയും കുളിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് കുളിക്കണം, എനിക്ക് കുളിക്കണം. അതേപോലെ അതിന് മുന്നേ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ ഉച്ചയ്ക്ക് തന്നെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് കുഞ്ഞ് വീഡിയോസാണ് കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. കുഞ്ഞിത് പറയുമ്പോൾ എല്ലാവരും ലോങ് വീഡിയോ ഇടണം കേട്ടോ ചേച്ചി, സ്മാൾ വീഡിയോ ഒന്ന് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ടാറ്റാ.